എടാ ഞാൻ വിളിക്കാം. സംഭവം നീ എൻ്റെ പാർട്ണർ, പക്ഷേ സ്വത്തിന് വേണ്ടി സ്വന്തം ഏട്ടനെയും അനിയനെയും കൊല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി മാത്രമല്ല ഞാൻ അവരെ ഇല്ലാതാക്കിയത്, അതിന് വേറെ കാരണം കൂടിയുണ്ട്. അതെന്താടാ അത്ര വലിയ കാര്യം? അതിൽ കിട്ടിയ സ്ഥലം കണ്ടായി, അതാണ് ഇപ്പം അനിക്കുട്ടൻ പറഞ്ഞോണം ഓർഫനേജിന് കൊടുക്കാന്ന് വിചാരിച്ചത്. എന്താ എൻ്റെ അഭിപ്രായം? ഞാനെന്ത് പറയാനാ, ഒക്കെ ഗിരിയേട്ടൻ പറയും പോലെ. പിന്നെ സ്ഥലം കൊടുക്കുന്നതിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പം പറയണം. എനിക്ക് അങ്ങനത്തെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ഒക്കെ ഗിരിയേട്ടൻ്റെ ഇഷ്ടം പോലെ. എന്താ കാര്യത്തിലാണ് തമ്മ തല്ലുന്നത്? ഗിരിയേട്ടാ, ഇതൊന്ന് നോക്ക്. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ കുറുപ്പേട്ടനല്ലേ, പുള്ളിയുടെ വീടിൻ്റെ അടുത്തുള്ള CCTV ദൃശ്യങ്ങളത്. കണ്ടില്ലേ, ഇത്തിരി ഇല്ലാത്ത ചെക്കന്മാരെ വെച്ചിട്ട് കഞ്ചാവ് സപ്ലൈ ചെയ്യല ഇവന്റെ പണി. എന്താ ഞാൻ ഇതിൽ കാണുന്നത്? എന്നോടാ ചോദിക്കുന്നത് എന്താ ഞാൻ ഇതിൽ കാണുന്നത്? എന്താടാ എനക്കൊന്നും പറയല്ലേ? നീ എന്നെ നാവിറങ്ങി പോയോ? അതെ, അത് ഞാൻ തന്നെയാ. ഉള്ള സമ്പാദ്യമൊക്കെ കണ്ട തെണ്ടികൾക്ക് ദാനം ചെയ്യലല്ലേ നിങ്ങളെ രണ്ടുപേരുടെയും പരിപാടി അല്ലേ? നിങ്ങൾക്ക് പിന്നെ പെണ്ണും കുടുംബമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പൈസയൊക്കെ ദാനം ചെയ്യാൻ ഒരു മടിയും ഉണ്ടാവില്ല. നിങ്ങളുടെ അതേ പാത പിന്തുടരുന്ന ഇവനും പൈസയുടെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് ജീവിക്കാൻ പണം വേണം. അതിന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തും ഞാൻ ചെയ്യും. പണത്തിന് വേണ്ടി ഇതുപോലത്തെ ചെറ്റത്തര നീ ഇനി ചെയ്താൽ ഏട്ടനാണെന്ന് നോക്കില്ല, ഈ നാട്ടിനെ നിന്നെ നാട് കടത്തും. നീ പറഞ്ഞത് ശരിയാ. ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്കൊരു കല്യാണം കഴിക്കണം തോന്നിയിട്ടില്ല. നിങ്ങളൊക്കെ ഉള്ളപ്പോൾ എനിക്ക് വേറൊരു കുടുംബത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ഞാനൊരു തെറ്റ് ചെയ്തു. നിനക്കൊക്കെ ആവശ്യത്തിന് അധികം സ്വാതന്ത്ര്യം തന്നു. അതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയാലോ. പണ്ട് ഇതേപോലെ ഒരുത്തിനെ നന്നാക്കാൻ നോക്കിയതിന്റെ പേരില അവൻ നമ്മുടെ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. ഇനി എനിക്ക് ആ അവസ്ഥ വരാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം തന്നത്. പിന്നെ ഇനി നിന്നെ കുറിച്ച് ഞാൻ എന്തെങ്കിലും കേട്ട, ഇവൻ നിന്നെ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. നിന്നെ ഞാനുണ്ടല്ലോ ഈ ലോകത്ത് തന്നെ പറഞ്ഞേക്കും. കേട്ടാ? എടാ, തല്ല് കുറേ കിട്ടിയാലും സ്വത്തുക്കളൊക്കെ നിൻ്റെ കൂടെ പേര് ചെയ്താൽ പറഞ്ഞല്ലേ, പിന്നെ അവരെ കൊല്ലേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇത്തിരി ഇല്ലാത്തൊരു പയ്യനെ കൊണ്ട് കഞ്ചാവ് വിൽപ്പിച്ചതിന് എന്നെ ഈ നാട് കടത്തുമെന്ന് പറഞ്ഞവരവര്. അപ്പൊ പിന്നെ ഞാൻ യഥാർത്ഥത്തിൽ ചെയ്ത കാര്യം അവരറിഞ്ഞാലേ അവർ പറഞ്ഞതുപോലെ എന്നേക്കുമായിട്ട് എന്നെ ഈ ലോകത്തുനിന്ന് തന്നെ അവരില്ലാതാക്കും. എന്താണ് കാരണം? എന്താടാ, എന്താ പ്രശ്നം? പോലീസിന്റെ പുറകിലുണ്ട്. പോലീസ് എന്നെ ശരിക്കും കണ്ടോ? ഓ കണ്ടു. ഓരോ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു വന്നതാ. ഇനി ഞാൻ എന്താ ചെയ്യാ? നീ എന്തിനാടാ പേടിക്കുന്നത്? ധൈര്യമായിട്ടേക്ക്, ഞാനില്ല എൻ്റെ കൂടെ. സാധനമൊക്കെ പോയിക്കോട്ടെ, പോലീസിൻ്റെ കയ്യിൽ പിടി കൊടുക്കാണ്ട് നീ ഇവിടം വരെ എത്തിയില്ലേ. ഇനി പോലീസോ പട്ടാളോ
ഏത് പുല്ലന്മാർ വിചാരിച്ചാലും എന്നെ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ ഒളിപ്പിക്കേണ്ട സ്ഥലത്ത് ഞാൻ ഒളിപ്പിക്കും. കാരണം ഇനി ഒരു പോലീസിൻ്റെ കയ്യിലും നിന്നെ കിട്ടാതിരിക്കേണ്ടത് എൻ്റെയും കൂടെ ആവശ്യമാണ്. നിന്നെ ഞാൻ ഒളിപ്പിക്കും. വാ. തൽക്കാലത്തേക്ക് നീ ഇവിടെ ഒന്ന് നിൽക്ക്. ഞാൻ പുറത്ത് പോയിട്ട് ചുറ്റുപാടുകളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. ഇവിടെ ആകുമ്പോൾ പെട്ടെന്ന് പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഒന്നും ശ്രദ്ധ പതിയില്ല. ഇപ്പം പോലീസിൻ്റെ കയ്യിൽ നിന്നെ കിട്ടാതിരിക്കേണ്ടത് നിന്നേക്കാൾ കൂടുതൽ എൻ്റെ ആവശ്യമായി പോയില്ലേ. ഇത്രയും കാലം എനിക്ക് വേണ്ടി ജോലി ചെയ്ത നിന്നെ അങ്ങനെ പോലീസിന് വിട്ടുകൊടുത്താൽ അത് എനിക്ക് തന്നെ ഒരു കുറച്ചിലല്ലേ. നീ ഇവിടെ ഇരി. രാത്രിയാകുമ്പോൾ നിന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടുപിടിക്കും. പോലീസിനും നാട്ടുകാർക്കുമല്ല, ഇനി ഒരു പുല്ലനും നിന്നെ കാണാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഞാൻ ഒളിപ്പിക്കും. പോരെ? പിന്നെ എൻ്റെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നു. ആൻഡോ, സൈപ്പർ ആൻഡോ. എന്നെ ഒന്നും ചെയ്യരുത്. അബദ്ധം പറ്റിപ്പോയി. ആന്റോക്കെതിരെ സാക്ഷി പറഞ്ഞിട്ട് സുഖിച്ച് ജീവിക്കാമെന്ന് കരുതിയാണോ നീ? ആന്റോ, ആന്റോ എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. ആന്റോ എന്ന പേര് കേൾക്കുമ്പോ മുഖത്ത് വരേണ്ടത് ചിരിയല്ലടാ, ഭയം. ഒരേ നാട്ടുകാരാണെങ്കിലും നമ്മളിതുവരെ പരിചയപ്പെട്ടിട്ടില്ല. ആൻഡോയെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാൻ വന്നതാ. ഒരു കാര്യവുമില്ലാതെ ആന്റോയെ കാണാൻ ആരും വരാറില്ല. ഒരു കാര്യവും ഇല്ലാതല്ല ആൻഡോ ഞാൻ നിന്നെ കാണാൻ വന്നത്. നീ എനിക്ക് വേണ്ടി ഒരുത്തനെ ഫിനിഷ് ചെയ്യണം. ആരെ? വേറെ ആരെയല്ല, എൻ്റെ സ്വന്തം അനിയനെ. അത് നീ കുറച്ചു മുമ്പ് ചെയ്ത പോലെ ആരും അറിയാതെ രഹസ്യമായിട്ടല്ല, ഈ നാട് മൊത്തം അറിയുന്ന രീതിയിൽ പരസ്യമായിട്ട്. തമാശ എനിക്കിഷ്ടമാണ്. അത് ഞാൻ പറയുമ്പോൾ വെറുതെ ഇവിടം വരെ വന്നിട്ട്
നിന്നോട് തമാശ പറയാൻ തലയ്ക്കകത്ത് എനിക്ക് ഓളമൊന്നുമില്ല. പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണ്. നീ എനിക്ക് വേണ്ടി എൻ്റെ സ്വന്തം അനിയനെ ഫിനിഷ് ചെയ്താ നീ ചോദിക്കുന്ന പണം ഞാൻ തരും. എന്തിനു വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നതെന്നും പറയുന്നതെന്നുമാണ് ആലോചിക്കുന്നതെങ്കിൽ ഒറ്റ വാക്കിൽ തന്നെ ഉത്തരം പറയാം. സ്വത്തിന് വേണ്ടി. അനിയനില്ലാതാകുന്നതോടെ ഏട്ടൻ താനേ പത്തി താത്തി ഡൗൺ ആവും. അവനെ ഇല്ലാതാക്കുന്നത് പരസ്യമായിട്ട് വേണമെന്ന് പറഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരേ ഉള്ളൂ. ഞാനും എൻ്റെ അനിയനും തമ്മിലുള്ള ഇരിപ്പ് വശം ഇപ്പം അത്ര ശരിയല്ല. അതുകൊണ്ട് തന്നെ അവൻ എന്ത് പറ്റിയാലും ഏട്ടൻ്റെ സംശയം എൻ്റെ നേർക്ക് തന്നെ തിരിയും. അതുകൊണ്ട് നീ പരസ്യമായിട്ട് അങ്ങാടിയിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഗുണ്ടായുസത്തിന് അങ്ങ് ഇറങ്ങുക. അതിന് തടസ്സം നിൽക്കാൻ എൻ്റെ അനിയൻ ഉറപ്പായിട്ടും വരും. അങ്ങനെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്ക് തർക്കത്തിനിടയിൽ ആൻറ്റോയുടെ കുത്തേറ്റ് എൻ്റെ അനിയൻ ഇല്ലാതാകുന്നു. അതോടുകൂടി ഏട്ടൻ താനേ തളരും. അങ്ങനെ മൂന്നായിട്ട് ഭാഗിക്കേണ്ട സ്വത്തുക്കളൊക്കെ ഈ കൈകളിലേക്ക് എത്തും. പിന്നെ നീ ചോദിക്കുന്ന പണം അതെപ്പോ എവിടെയെന്ന് പറഞ്ഞാൽ ഈ ഞാൻ കൊണ്ടുവന്ന് തരും. ഞാൻ നീ പറഞ്ഞ കൊട്ടേഷൻ ഞാൻ ഏറ്റെടുക്കുക. പക്ഷേ നീ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ നമ്മൾ തമ്മിൽ ഒരിക്കൽ കൂടി കാണും. അത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ കാണലായിരിക്കും. ഇത് പറയുന്നത് ആൻഡോയാ, സൈപ്പർ ആൻഡോ. അല്ല, അപ്പോൾ ഈ സഹായം ചെയ്ത ആൻഡോയെ നീ എന്തിനാ ഇല്ലാതാക്കിയത്? അവന് ശക്തി മാത്രമേ ഉള്ളൂ അച്ചായ. ശക്തിക്കൊത്ത ബുദ്ധിയില്ല. ഈ വിവരം അവൻ ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞാനില്ല. എന്നിട്ടിപ്പോൾ എല്ലാ പ്രശ്നവും കഴിഞ്ഞോ? ഹാൻഡോ പോയപ്പോൾ ഇതേ വന്നിരിക്കുന്നത് വേറൊരു കുരിശ്. അലക്സ് ആരാടാ അവൻ? അവൻ ആരാണെന്നോ എവിടെയാണെന്നോ എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, ഞാൻ അവൻ ആദ്യമായിട്ട് കാണുന്ന ദിവസം അന്നായിരിക്കും അവൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസം. നീ അതൊക്കെ വിടറാ. ഇന്നാ ഒന്നടുക്കി. എനിക്ക് കുടിച്ച് കിടക്കുന്നതിനേക്കാൾ ഇഷ്ടം കുടിപ്പിച്ച് കിടത്താനാ. അച്ചായൻ ആ വിഷയമൊക്കെ വിട്. നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാം. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് ഡോക്യുമെൻറ്റ്സൊക്കെ സൈൻ ചെയ്ത് വാങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് അച്ചായൻ പറ. എനിക്കതാ കേൾക്കേണ്ടത്. ഈ വിഷയമൊക്കെ അല്ലേ, ഇതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇതിനേക്കാൾ വലിയ വിഷയമൊക്കെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതൊന്നും ഒരു കുഞ്ഞു പോലും അറിഞ്ഞിട്ടുമില്ല. പിന്നെയാണോ ഇത്? അതങ്ങ് മറന്നു കളാ. എന്നിട്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്ക്. എടാ മോനെ, നീ ഒപ്പിട്ട് തന്ന ഡോക്യുമെൻറ്റ്സൊക്കെ അച്ചായൻ്റെ പേരിലേക്ക് മാറ്റി. അല്ലാതെ സ്വത്തിന് വേണ്ടി സ്വന്തം മേട്ടിനെ അനിയനെയും തന്നെ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? നീ ഏതായാലും കഴിക്കുന്നില്ലല്ലോ. എന്നാ മോൻ വിട്ടോ. അച്ചായൻ ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. എന്താ ചായ
വായിന്ന് ചോര വരുന്നു. ഈ വിഷമുള്ള മദ്യം അടിച്ചാലേ ചോര വരാതെ എന്ത് ചെയ്യും? നീ പറഞ്ഞ ഡോക്യുമെന്റ്സിലൊക്കെ ഒപ്പിട്ട് തന്ന് ഞാൻ ചുമ്മാ വീട്ടിൽ പോയിട്ട് അടയിരിക്കുമെന്ന് കരുതിയോ നീ ആരുടെ അടുത്താ പോകുന്നത്, എന്താ ചെയ്യുന്നത്, എങ്ങനെയാ ചെയ്യുന്നത്, എപ്പോഴാ ചെയ്യുന്നത്, ഇതൊക്കെ നീ പോലും അറിയാതെ കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടാടാ പൊന്നു മോൻ അച്ചായ ഞാൻ നിന്റെ അടുത്തേക്ക് കെട്ടിയെടുത്തത്. ഇപ്പം നീ ഇല്ലാതാകുന്നതോടുകൂടി ഈ സ്വത്തുക്കളെല്ലാം ഇനി എനിക്കാ. അപ്പം നമുക്ക് പിരിയാം എന്നേക്കുമായിട്ട്. ഇനി എനിക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അലക്സ്. അവനെയും കൂടെ തീർത്ത് കെട്ടി ഈ കളി ഞാൻ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തായി പേടിച്ചോ? ഇത് വെറും സാമ്പിളാ. എനിക്ക് കാണാൻ പോകുന്നതാണ് കളി. അവസാനമായിട്ട് നിനക്ക് വല്ല ആഗ്രഹമുണ്ടോടാ? ഇനി നീ ജീവനോടെ പുറത്ത് പോവില്ല. ഇങ്ങോട്ട് വരാൻ അറിയാമെങ്കിൽ വന്നതുപോലെ തിരിച്ചു പോകാനും എനിക്കറിയാടാ. ഇതാണോ നീ നോക്കുന്നത്? ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വരാൻ ഞാൻ വെറും ആണെന്ന് കരുതിയോ? കൊള്ളാം, ഞാൻ വിചാരിച്ചതിനേക്കാൾ മിടുക്കനാ നീ. ശരിയാ, ഞാൻ കുറച്ച് പ്ലാനിങ് ഒക്കെ എടുത്തു. കാരണം നിന്നെപ്പോലൊരുത്തൻ പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന്. എന്താടാ ഇത്ര ഉറപ്പ്? എനിക്കൊരു തന്തയുള്ളൂ,
ഒരു വാക്കും. ഇനി നമുക്ക് കളി അവസാനിപ്പിക്കാം. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കളി അവസാനിച്ചിട്ടില്ലടാ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ചത്തു കുയി കിടക്കുന്ന എൻ്റെ ഈ കൂടപ്പറപ്പ് എങ്ങനെ തിരിച്ചു വന്നു എന്നാലോചിച്ച് തല പുണ്ണാക്കണ്ട. ഇതനിയല്ല, സുധി. ഈ ഭൂമിയിൽ എനിക്ക് ആകെ സ്വന്തമെന്ന് പറയാനുള്ള എൻ്റെ സ്വന്തം അനിയൻ. അപ്പം നീ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ കളി അങ്ങ് അവസാനിപ്പിക്കാം. സുധി, അങ്ങ് തീർത്തേരടാ. സുധി, അതേടാ, സുധി തന്നെ. എൻ്റെ കൂടപ്പുറപ്പുകൾ ജീവനെടുത്തിട്ട് സുഖിച്ച് ജീവിക്കാന്ന് കരുതിയോ? ഡാ സുധി, നീ എന്താടാ ഈ പറയുന്നത്? നിനക്ക് ഓർമ്മയുണ്ടോ, ഗിരിയേട്ടൻ മരിച്ചതിന് ശേഷം ഞാൻ നിന്നെ കാണാൻ വന്നത്? അന്ന് നീയും നിൻ്റെ അച്ചായനും സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു. അന്ന് തന്നെ നിന്നെ തീർക്കാൻ ഒരുങ്ങിയതാ ഞാൻ. പക്ഷേ എനിക്കറിയണമായിരുന്നു, പ്രതീക്ഷിക്കാത്ത അവർ രണ്ടുപേരും മരിച്ചതിൻ്റെ സന്തോഷമാണോ നിനക്ക്? അതോ നീ തന്നെയാണോ അവരെ തീർത്തത്? ഡാ, പോയവർ പോയി. ഇന്ന് എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. നീ എൻ്റെ കൂടെ നിൽക്ക്. നീ ചോദിക്കുന്നത് എന്തും ഞാൻ നിനക്ക് തരും. എന്നാത്താ, നീ ഇല്ലാതാക്കിയ എൻ്റെ ഏട്ടന്മാരുടെ ജീവൻ താടോ. തീർത്തേക്കടാ. ഇവനെ അങ്ങനെ ഒറ്റ വെടിക്ക് തീർക്കാൻ പാടില്ല, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം. ഡാ, സൈപ്പർ ആൻഡോയെ വരെ തീർത്തവനാടാ ഞാൻ. സ്വന്തം കൂടപ്പിറപ്പുകളെ മുന്നീന്നും പിന്നീന്നും ഇല്ലാതാക്കിയവനാ ഞാൻ. ആ എൻ്റെ അടുത്താണോടാ നിന്നെപ്പോലൊരുത്തൻ ഒറ്റയ്ക്ക് വന്ന് ജയിക്കാൻ പോകുന്നത്? ഒറ്റയ്ക്കോ? അപ്പം ഞാൻ എന്താ ഇവിടെ PP വയ്ക്കാൻ പോകുന്നതോ? ഡയലോഗ് അടിക്കണ പുല്ലിനെ തീർക്കാൻ നോക്കടാ. ഇവനെ ഇങ്ങനെ തീർത്താ പോരാ, ശരിക്ക് വേദന അനുഭവിപ്പിച്ചിട്ട് തീർക്കണം.